أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹമുള്ളവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير. ചിറക് വിടർത്തിയും ഒതുക്കിയും പറക്കുന്ന പക്ഷികളെ അവർ നിരീക്ഷിക്കുന്നില്ലേ? ദയാപരനായ ദൈവമല്ലാതെ ആരുമല്ല അവയെ താങ്ങി നിർത്തുന്നത്. തീർച്ചയായും അവൻ എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്നവൻ തന്നെ എന്നാണ് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു നൽകിയ സമയം ഒന്നിനും തികയാത്ത വിധം അവന്റെ ഭൂമിയിൽ ഭൗതിക താൽപര്യത്തിനായി ഓടി നടക്കുന്നവർ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുമായി തൂണുകളില്ലാതെ ഉയർത്തപ്പെട്ട വിശാലമായ ആകാശത്തേക്ക് കൺമിഴികൾ മേലോട്ടുയർത്തി വല്ലപ്പോഴുമൊക്കെ ഒന്ന് നോക്കണം. പക്ഷികളിൽ മാത്രമല്ല, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലുമെല്ലാം ചിന്തിക്കുന്ന ജനത്തിന് ധാരാളം ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്താനാകും. അങ്ങനെ വാനനിരീക്ഷണം നടത്തിയാൽ വലിയ തോതിൽ ലോകവീക്ഷണവും ജീവിത വീക്ഷണവും നമുക്ക് ലഭിക്കും. പകൽ സമയത്ത് സൂര്യപ്രഭയിൽ വെട്ടിത്തിളങ്ങുന്ന നീലാകാശം, പകലിന്റെ പ്രസരിപ്പിൽ ആ ആകാശത്ത് ഒഴുകിത്തുടിക്കുന്ന വെൺമേഘങ്ങൾ, ഉദിച്ചുയരുന്ന വാനഗോളങ്ങളുടെ അസ്തമയത്തോടെ പിച്ചവെച്ചെത്തുന്ന ചന്ദ്രക്കലയും, മാനത്ത് വെട്ടിത്തിളങ്ങുന്നതും രാവിന്റെ അന്ധകാരത്തിൽ പ്രകാശം പരത്തുന്നതുമായ നക്ഷത്രങ്ങളുമെല്ലാം സുന്ദരമായ കാഴ്ചകൾ മാത്രമല്ല നൽകുന്നത്, അതിനപ്പുറം ചിന്തിക്കുന്നവർക്ക് ഏറെ ദൃഷ്ടാന്തങ്ങളാണ്. ദൈവത്തിന്റെ സൃഷ്ടി വൈഭവമാണ് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എണ്ണിയാൽ ഒടുങ്ങാത്ത നക്ഷത്രങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന, നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണുവാൻ കഴിയുന്നതും അല്ലാത്തതുമായ എത്രയെത്ര ഗ്രഹങ്ങൾ, എത്രയെത്ര നക്ഷത്രങ്ങൾ, എത്രയെത്ര ഗാലക്സികൾ, എത്രയെത്ര നെബുലകൾ. ഇതെല്ലാം കണ്ടാസ്വദിക്കുമ്പോൾ കത്തി വീഴുന്ന ഉൽക്കകൾ ആരെയും അത്ഭുതപ്പെടുത്തും. നക്ഷത്ര നിബിഡമായ ആകാശ കുടക്കീഴിൽ ഇരുന്നു കൊണ്ട് ഇടക്കൊക്കെ നാം ആകാശം നിരീക്ഷിക്കണം. ടിവിയിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നുമെല്ലാം നമ്മുടെ കണ്ണുകൾക്ക് അല്പസമയത്തേക്ക് അവധി കൊടുത്ത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വീടിന്റെ മുറ്റത്തേക്കോ ടെറസിലേക്കോ പോയി മേൽപോട്ടൊന്ന് നോക്കുക. എന്നിട്ട് മനസ്സിനെ അങ്ങ് അഴിച്ചുവിടുക. നാം വസിക്കുന്ന വീടും നാടും ലോകവും താണ്ടി സൗരയൂഥവും കടന്ന് അങ്ങ് ചിന്തകളുടെ ലോകത്തേക്ക് അത് പറന്നുയരട്ടെ. പ്രപഞ്ചത്തിന്റെ അനന്തതയിലേക്ക് ഊളിയിടട്ടെ നമ്മുടെ ചിന്തകൾ. അപ്പോഴാണ് നാം തിരിച്ചറിയുക, ഈ പ്രപഞ്ചത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാം എത്ര നിസ്സാരമാണ് എന്ന സത്യം. നമ്മുടെയൊക്കെ മനസ്സിലുള്ള അഹന്തയും ഗർവവും സ്വാർത്ഥതയും അതുപോലെ അന്യരോടുള്ള ദേഷ്യവും എല്ലാം വെറും വ്യർത്ഥമാണെന്ന് തിരിച്ചറിയാൻ വാന നിരീക്ഷണത്തിലൂടെ നമുക്ക് സാധിക്കും. അത്രക്കും സൂക്ഷ്മമാണ് ദൈവത്തിന്റെ സൃഷ്ടിപ്പ്. മനുഷ്യ ദൃഷ്ടി കൊണ്ട് ദർശിക്കാൻ കഴിയാത്ത സൃഷ്ടികളെ സൃഷ്ടിച്ച സൂക്ഷ്മ ദൃഷ്ടിയുള്ള സൃഷ്ടാവിനെ കണ്ടെത്താൻ ആകാശത്തേക്ക് തന്നെ നോക്കണം. അപ്പോൾ താനെ പറഞ്ഞു പോകും സുബ്ഹാനല്ലാഹ്. ആ വിശാലമായ ആകാശത്ത് പക്ഷിക്കൂട്ടങ്ങൾ കൂട്ടത്തോടെ പറന്നു വന്ന് ചിറകുകൾ വിടർത്തിയപ്പോൾ അവയുടെ തൂവലുകൾ സൂര്യരശ്മികളെ തടഞ്ഞു നിർത്തിയതിനാൽ അവിടമാകെ തണൽ പടർന്നതും അങ്ങനെ പ്രവാചകന്മാർക്കും അനുയായികൾക്കുമെല്ലാം തണൽ വന്നെത്തിയതും അതുവഴി മനുഷ്യ സമൂഹത്തിന് ആശ്വാസവും കുളിർമയും ലഭിച്ചതുമെല്ലാം നമുക്കറിയാവുന്ന ചരിത്രങ്ങളാണ്. ആ ആകാശത്തിന്റെ ദൂരദിക്കിൽ നിന്നാണ് വീണ്ടും മനുഷ്യ സമൂഹത്തിന്റെ രക്ഷക്കായി അബാബീൽ പറവകൾ പറന്നെത്തിയത്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ഒടുവിൽ പറന്നു വരുന്ന പക്ഷികളാണ് അബാബീൽ. മനുഷ്യരെ പല പാഠങ്ങളും പഠിപ്പിച്ച പറവകളെ കൊണ്ട് അബ്രഹത്തിന്റെ സൈന്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുരത്തി മനുഷ്യരെ സഹായിച്ചതും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്.
ഖാബീലിന്റെ മുമ്പിൽ ഒരു മുഅല്ലിമായി കടന്നു വന്ന കാക്കയും സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക് മുമ്പിൽ മരം കൊത്തി മുർഷിദായും അഥവാ ഒരു വഴികാട്ടിയായി വന്നതും കഴിഞ്ഞ 2 വീഡിയോകളിലൂടെ നാം വിശദീകരിച്ചതാണ്. ഇവിടെ അബാബീൽ പക്ഷികൾ മക്കയിലെ അറബികളിലേക്ക് എത്തുമ്പോൾ അവ ധീര യോദ്ധാക്കളായി തീരുന്നു, ധീര മുജാഹിദുകളായി മാറുന്നു. എവിടെയും നീതിയുടെ ഭാഗത്തേക്കാണ് അവ ചിറകടിക്കുന്നത് എന്നതാണ് പരിശുദ്ധ ഖുർആനിലെ പക്ഷി സൂക്തങ്ങളുടെ സൗന്ദര്യം. സുബ്ഹാനല്ലാഹ്. അബാബിൽ പക്ഷികളും മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയിൽ അവനെ സഹായിക്കാനാണ് പറന്നെത്തിയത്. ചെങ്കടലിന്റെ ഭാഗത്ത് നിന്നാണ് അബാബിൽ പക്ഷികൾ അബ്രഹത്തിനെ തുരത്താൻ വന്നത്. മുമ്പെങ്ങും ആരും കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടം പക്ഷികളായിരുന്നു അത്. അറബി ഭാഷയിൽ അബാബീൽ എന്ന വാക്കിനർത്ഥം തന്നെ പല ദിക്കുകളിൽ നിന്നായി പറന്നെത്തുന്ന വ്യൂഹം എന്നാണ്. മറ്റ് പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായി വേട്ട പക്ഷിയുടേത് പോലെയുള്ള തലയും അവയുടെ കൊക്ക് പക്ഷികളുടേത് പോലെയാണെങ്കിലും അവയുടെ വിരലുകൾ വേട്ടനായുടേത് പോലെയാണ്. പെട്ടെന്ന് എവിടെ നിന്നോ കാലിൽ തീക്കല്ലുകളുമായി വന്ന് അബ്രഹത്തിന്റെ സൈന്യത്തെ തുരത്തി. ആ ദൗത്യ നിർവഹണത്തിന് ശേഷം പെട്ടെന്ന് വന്ന പോലെ മറഞ്ഞു പോവുകയും ചെയ്തു, അല്ലെങ്കിൽ പറന്ന് മാറുകയും ചെയ്തു. ഇത്തരം പറവക്കൂട്ടങ്ങളെ മുമ്പൊന്നും ആ നാട്ടുകാരും കണ്ടിട്ടില്ല. നജ്ദിലെ പക്ഷികളായിരുന്നില്ല അവയിലൊന്നു പോലും. തിഹാമലയിലോ ഹിജാസിലോ അത്തരം പക്ഷികളെ ഇതിനു മുമ്പ് ആ നാട്ടുകാരും കണ്ടിട്ടില്ല. ചെങ്കടലിനും ഹിജാസിനും ഇടക്കുള്ള പ്രദേശത്തൊന്നും കാണാത്ത ആ പക്ഷിക്കൂട്ടം പെട്ടെന്ന് എവിടെ നിന്നോ പറന്നു വന്ന് ദൗത്യ നിർവഹണത്തിന് ശേഷം വന്ന ദിക്കിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നല്ലാതെ ഇന്നും ആ പറവകളെ എവിടെയും ആരും കണ്ടെത്തിയിട്ടില്ല. പരിശുദ്ധ ഖുർആനിന്റെ വിവരണത്തിൽ നിന്ന് കാണുവാൻ സാധ്യമല്ലെന്ന് മനസ്സിലാകുന്ന ആ പക്ഷിയെ ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാനിൽ കാണുന്ന അബാബീൽ എന്ന ഒരു കുരുവിയെ ചിലർ പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിലും അത് പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച അബാബീൽ പക്ഷിയല്ല. വിശ്വാസികൾക്ക് ഗുണപാഠം മനസ്സിലാക്കാൻ വേണ്ട സംഭവത്തെ ചില ആളുകൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പക്ഷിയെ ഹൈലൈറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. വിശുദ്ധ കഅബയെ പൊളിച്ചു നീക്കാൻ തയ്യാറെടുത്തു വന്ന ഒരു ആനപ്പട്ടാളത്തെ അല്ലാഹു അബാബീൽ പക്ഷികളുടെ കയ്യിൽ ചുട്ടെടുത്ത കട്ടകൾ കൊടുത്തുകൊണ്ട് അബ്രഹത്തിന്റെ സൈന്യത്തിനെ കഠിനമായി ശിക്ഷിച്ച് പരാജയപ്പെടുത്തുകയും ഖുറൈശികളെയും മക്കാ നിവാസികളെയും രക്ഷപ്പെടുത്തുകയുമായിരുന്നു. ആ ചരിത്ര പ്രസിദ്ധമായ സംഭവം ആനയുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. സൂറത്തുൽ ഫീൽ എന്ന അധ്യായത്തിൽ ഈ സംഭവവും അത് മുഖേന അല്ലാഹു അവർക്ക് ചെയ്ത അനുഗ്രഹവും അതിലടങ്ങിയ ദൈവിക ദൃഷ്ടാന്തങ്ങളുമെല്ലാം കൂടുതലായി വിശദീകരിക്കുന്നുണ്ട്. കഅബാലയത്തെ പൊളിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് അബ്രഹത്തിന്റെ സൈന്യം അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഅബാലയം എന്റേതല്ല, അത് അള്ളാഹുവിൻ്റെതാണ്, അത് അവൻ രക്ഷിച്ചുകൊള്ളും. എന്നാൽ അവൻ അത് രക്ഷിക്കുന്നതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മുമ്പോട്ട് നീങ്ങിയ ആനപ്പട കഅബയുടെ നേർക്ക് തിരിഞ്ഞതോടെ അള്ളാഹു അവരിലേക്ക് ഒരു തരം പക്ഷിക്കൂട്ടങ്ങളെ നിയോഗിച്ചയച്ചു. ഒരു പ്രത്യേകതരം കല്ലുകൾ അവ സൈന്യത്തിന് മീതെ വർഷിച്ചു. ഇതുവഴി സൈന്യം നാമാവശേഷമായി തീർന്നു. അള്ളാഹു അവന്റെ മന്ദിരത്തെ കാത്തു രക്ഷിക്കുകയും ചെയ്ത സംഭവം സൂറത്തുൽ ഫീൽ എന്ന അധ്യായം തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. നിന്റെ നാഥൻ ആനപ്പടയെ എന്ത് ചെയ്തുവെന്ന് നീ കണ്ടില്ലേ? അവരുടെ ഗൂഢതന്ത്രം അവൻ പാഴാക്കിയില്ലേ? അവർക്ക് നേരെ പറവപ്പറ്റങ്ങൾ അയച്ചില്ലേ? അവ ചുട്ട മൺകട്ടകൾ അവരുടെ മേൽ എറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവരെ കാലികൾ ചവച്ച വൈക്കോൽ പോലെയാക്കി എന്നാണ് ഈ കൊച്ചു സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കുന്നത്. ജാഹിലിയ അറബികളുടെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു ആനപ്പടയുമായി അബ്രഹത്ത് മക്കയിലേക്ക് നടത്തിയ പടയോട്ടം.
യുദ്ധം രക്തത്തിൽ അലിഞ്ഞു ചേർന്നവരായിട്ട് പോലും വിദേശസേനയുടെ തന്ത്രങ്ങൾക്കു മുന്നിൽ പകച്ചു നിൽക്കാനേ അറബികൾക്ക് കഴിഞ്ഞുള്ളൂ. ഇവിടെയും അബാബീലുകളെയാണ് പ്രതിരോധത്തിനായി അള്ളാഹു നിയോഗിച്ചത്. ഏറെ വൈകും മുമ്പ് ഖുറൈശികൾ അതൊക്കെ മറവിക്ക് വിട്ടുകൊടുത്തു എന്നത് വേറെ കാര്യം. അംഗബലവും കൈക്കരുത്തും കാട്ടി അവർ വിശ്വാസികളെ ഭയപ്പെടുത്തുകയും ദ്രോഹിക്കുകയും ചെയ്തു. ഈ ഒരു ചരിത്രഘട്ടത്തിലാണ് ജാഹിലിയത്തിന്റെ ദുരഭിമാനം മുറികളിൽ കയറി വാതിലടച്ചപ്പോൾ അബാബീൽ പട അവരുടെ മാനം കാത്ത കഥ അവരെ ഓർമ്മിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഖുറൈശികൾക്കിടയിലെ ഗോത്രീയ കലഹങ്ങളും തൊട്ടുകൂടായ്മയുമൊക്കെയായിരിക്കണം പൊതുശത്രുവിനെതിരെ സംഘടിക്കാൻ കഴിയാത്ത വിധം അവരെ ക്ഷയിപ്പിച്ചത്. പക്ഷികൾ നിസാര ജീവികളാണ്, പക്ഷേ അവ ഒരുമിച്ചാൽ ഒരു വൻ ശക്തിയായി മാറും. ആ ശക്തിക്ക് മുന്നിൽ ധാർഷ്ട്യത്തിന്റെ വിഗ്രഹങ്ങൾ വീണുടയും എന്ന പാഠമാണ് അബാബീൽ നൽകുന്നത്. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠമാണ് ഈ ആയത്തിലുള്ളത്. وأطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا إن الله مع الصابرين. അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക, നിങ്ങൾ അന്യോന്യം കലഹിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ദുർബലരാകും, നിങ്ങളുടെ വീര്യം ചോർന്നു പോകും. നിങ്ങൾ ക്ഷമിക്കൂ, അല്ലാഹു ക്ഷമാശീലരോടൊപ്പമാണ്. ഇസ്ലാമിനെ ദുർബലമാക്കാൻ ഇന്ന് ശത്രുക്കൾ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മുസ്ലിങ്ങൾ തന്നെ പരസ്പരം പോരടിച്ചും വിഴുപ്പലക്കിയും ആ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു വരുന്നുണ്ട്. മുസ്ലിങ്ങൾ ലോകത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇസ്ലാം അനുശാസിക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുകയും വിരോധിച്ചവ മത്സരബുദ്ധിയോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വൈരുദ്ധ്യാത്മക കാഴ്ചക്ക് മുമ്പിൽ ഐക്യപ്പെടുക അല്ലെങ്കിൽ നശിക്കുക എന്ന രണ്ടിനൊരു മാർഗമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതാണ് ഈ ആയത്തിൽ പറഞ്ഞത്. അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കുക, അവന്റെ റസൂലിനെ അനുസരിക്കുക, നിങ്ങൾ അന്യോന്യം കലഹിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ദുർബലരാകും, നിങ്ങളുടെ കാറ്റ് പോകും. നിങ്ങൾ ക്ഷമിക്കുക, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാണ്. وَلْتَكُن مِّنكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنكَرِ وَأُولَٰئِكَ هُمُ الْمُفْلِحُونَ. നന്മയിലേക്ക് ക്ഷണിക്കുകയും നല്ലത് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന വിജയികളായ ഒരു വിഭാഗം നമ്മിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.